അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അകത്ത് നല്ല രുചിയുള്ള ഒരു സ്പൈസി ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഞാനൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചിട്ടെടുത്തതാണിത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളും കൂടെ ചേർത്തിട്ട് ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയെടുത്തതാണ്. നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഈ ബീഫ് മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് ചെറിയതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ബീഫ് ഞാനിതിവിടെ ചെറിയതായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണോ കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാളയാണ്. അപ്പോൾ സവാള ഇതുപോലെ ചെറിയതാക്കി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാള ഞാൻ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബീഫ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ബീഫ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒരു 4-5 മിനിറ്റോളം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ബീഫിനകത്ത് ആ ഒരു മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കണം. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റോളം ബീഫും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണിത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിത് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പിന് പകരം സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് മൈദ എടുത്താൽ മതി. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ പൊടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തൊന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതിന് നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടാതെ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചുറ്റി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം.
അപ്പോൾ മുട്ടയും ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ആയി ഈ മാവ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഈ മാവിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന അത്രയും കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് മൈദ നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടിയാകാനും പാടില്ല, ഒരുപാട് അങ്ങ് നൈസായിട്ടും പോകരുത്. അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഫില്ലിങ് പൊട്ടിപ്പോകാതിരിക്കാനുള്ളൊരു കട്ടി ഉണ്ടാവണം. ഈ മാവ് നമ്മൾ റൗണ്ട് ആക്കിയിട്ടല്ല കേട്ടോ പരത്തുന്നത്, ഇതുപോലൊരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ പരത്തിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് ഞാൻ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ഈ ഒരു മാവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ പരത്തിയെടുത്ത മാവിൽ നിന്ന് നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്ത ഈ ഒരു വശത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു 2 സൈഡും കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക, വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം ചെറിയതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു അറ്റത്തും കൂടെ നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 2 അറ്റം കൂടെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു അറ്റത്ത് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പിരിച്ചെടുക്കുകയാണ്. ഈ ഒരു അറ്റം ഇതുപോലെ വീണ്ടും ഈ ഒരു അറ്റം ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊണ്ടുവരിക. ഇതുപോലെ തന്നെ നമ്മളൊന്ന് പിരിച്ചെടുക്കണമെന്നില്ല, നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി, ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. കുറച്ചും കൂടെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പമാണ്. ഒരെണ്ണം നമ്മളൊന്ന് ആദ്യം ചെയ്ത് നോക്കിയാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മാവും ഒന്ന് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിരുന്ന ഈ ഒരു മുട്ടയുടെ ഒരു മിക്സിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഞാൻ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാത്തിലും ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ടാൽ ബ്രെഡ് ക്രംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ഒരു സൈഡും കൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ അങ്ങ് കോരി മാറ്റാവുന്നതാണ്. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണ അങ്ങ് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 4 മണി ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോമ്പൊക്കെയാണ്, നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ബീഫിൻ്റെ ഈ ഒരു ഫില്ലിങ്ങിന് പകരം നമുക്ക് ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.